ജനാധിപത്യ ഭരണഘടന എന്നാൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ, ഇന്ത്യയിലെ പൗരന്മാരുടെ പുരോഗതിക്ക് വേണ്ടി, അവരുടെ വികസനത്തിന് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വിഭാവന ചെയ്യുന്ന ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനങ്ങളും പാടില്ലാതെ ഇന്ത്യക്കാരെ ഒന്നായി കണ്ടുകൊണ്ട് ഒരു ജനാധിപത്യ ദേശീയത ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1950 രാജ്യത്ത് ജനാധിപത്യ ഭരണഘടന. നമുക്കറിയാം, അതിനു മുമ്പേ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഉടനീളം നിലനിന്നിരുന്നത് ജാതീയ വാഴ്ചയാണ്. ആ ജാതീയ വാഴ്ചയുടെ പീഡനങ്ങളും അതിൻ്റെ നൊമ്പരങ്ങളും ഒക്കെ അനുഭവിച്ചവരാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. എന്താണ് ആ ജാതീയ വാഴ്ചയിൽ? മനുഷ്യനെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ലിംഗത്തിൻ്റെ പേരിൽ, ദേശത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിലൊക്കെ ജനങ്ങളെ വേർതിരിച്ച് വിവേചനപരമായി കണ്ടുകൊണ്ട് രാജ്യത്ത് നിയമം നടപ്പിലാക്കിയ ഒരു സംവിധാനമുണ്ട്, ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയെ മാറ്റിമറിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ ഭരണഘടന നിലവിൽ വരുന്നത്. ആ ജനാധിപത്യ ഭരണഘടന നിലവിൽ വന്ന് ഏതാണ്ട് 70 ആണ്ടുകൾ പിന്നിടുമ്പോൾ രാജ്യത്ത് എന്തെങ്കിലും പുരോഗതി കൈവരിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. രാജ്യത്തെ കൊണ്ടുചെന്നെത്തിച്ചത് ഏത് രീതിയിലാണ്? രാജ്യത്തെ നയിച്ചവർ ഇന്ത്യയെ ഈ ആധുനിക കാലഘട്ടത്തിൽ 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ ഇന്ത്യ എങ്ങും എത്തിയിട്ടില്ല. ഇന്ത്യ വികസനത്തിന്റെ പാതയിൽ മുന്നേറാൻ കഴിയാതെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇന്നും പട്ടിണിക്കാരായി കഴിയുന്നു. ഇന്നും ഇന്ത്യയിലെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഇന്ന് കനാൽ പുറമ്പോക്കിലും തോട് പുറമ്പോക്കിലും റോഡ് പുറമ്പോക്കിലും റെയിൽവേ പുറമ്പോക്കിലും കഴിയേണ്ട ഗതികേടിലേക്ക് മാറുന്നു. ഏതാണ്ട് 6 കോടി ജനങ്ങൾ ഇന്ത്യക്കാർ ഇന്ന് ഇന്ത്യൻ പൗരത്വം ലഭിക്കാതെ, റേഷൻ കാർഡില്ലാതെ, തിരിച്ചറിയൽ കാർഡില്ലാതെ, അതേപോലെ അവർക്ക് വോട്ടവകാശമില്ലാതെ, യാതൊരു ആനുകൂല്യമില്ലാതെ 6 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഇന്ന് നാടോടികളായി ജീവിക്കുന്നുണ്ടോ എന്നത് നാം മനസ്സിലാക്കണം. ആ നാടോടികളുടെ പ്രശ്നം പറയുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാവുന്നില്ല, ഭാരതീയ ജനതാ പാർട്ടിക്കാവുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാവുന്നില്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാവുന്നില്ല. ഇവർ ചർച്ച ചെയ്യുന്നത് ആരുടെ വിഷയമാണെന്ന് നാം പരിശോധിക്കേണ്ടതുണ്ടോ? ഇവിടെ ഈ രാജ്യത്തിന്റെ GDP പരിശോധിച്ചാൽ ഈ GDPയിൽ ഇവിടുത്തെ ആദിവാസികളുടെ സംഭാവന അവരെ അഡ്രസ് ചെയ്തുകൊണ്ടല്ല രാജ്യത്തിന്റെ GDPയെ ഉദ്ധരിക്കുന്നത്. അതേപോലെ ഇവിടുത്തെ പിന്നോക്കക്കാരൻ, മതന്യൂനപക്ഷക്കാരൻ, പാർശ്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, അവരെ ഇന്നും അഡ്രസ് ചെയ്തുകൊണ്ടല്ല GDPയെ ഗവൺമെന്റ് ഉദ്ധരിക്കുന്നത്. GDPയെ ഉദ്ധരിക്കുന്നത് അംബാനിമാരെ അഡ്രസ് ചെയ്തുകൊണ്ടാണ്. ആദാനിയും അംബാനിയും അതേപോലെയുള്ള കോർപ്പറേറ്റുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഔദ്യോഗികമായി കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ഇന്ത്യ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, രാജ്യം വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക്, ജനാധിപത്യ വിരുദ്ധമായ രീതിയിലേക്ക് രാജ്യം നടന്നെടുക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അടിക്കടി ഉണ്ടാവുന്ന കോടതി വിധികൾ, ആ കോടതി വിധികൾ ലെവലേഷൻ പോലും നമുക്കറിയാം, അത് ജനാധിപത്യത്തിന്റെ ഒരംശം പോലുമില്ല. ജനാധിപത്യ വിരുദ്ധമായ കോടതി വിധികൾ ഉണ്ടാകുമ്പോൾ ആ കോടതി വിധികളെ ചെറുക്കുവാൻ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിനാവുന്നില്ല. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യപരമായ ജനങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക് കഴിയുന്നില്ല. എന്താണ്? ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് വഴി അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ, ആ സർക്കാരുകൾ നിയമം കൊണ്ടുവന്ന് നിയമം അടിച്ചേൽപ്പിക്കുമ്പോൾ ആ നിയമത്തിന്റെ ഇരകളായി ഇന്ത്യയിലെ പാവപ്പെട്ടവർ, ഇന്ത്യയിലെ ആദിവാസികൾ, ഇന്ത്യയിലെ മണ്ണിൽ പണിയെടുക്കുന്നവർ, പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവർ ഇന്ത്യൻ തെരുവോരങ്ങളിൽ എന്ന നീതിക്ക് വേണ്ടി നിലവിളി കൂട്ടുമ്പോൾ അവരുടെ കണ്ണീരൊപ്പുവാൻ, അവരുടെ പ്രശ്നം പരിഹരിക്കുവാൻ, അത് ചെവിക്കൊള്ളുവാൻ ഇന്ത്യ ഭരിക്കുന്നവർക്ക് കഴിയുന്നില്ല. പിന്നെ ആരുടെ ചെവിയാണ് ഇവർ കടിച്ചു പറിക്കുന്നത്? ആരെ ഊട്ടാനാണ്? ആരെ വളർത്താനാണ്? മാറി മാറി അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ ഈ രാജ്യത്തിന്റെ സമ്പത്തും വിഭവങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. ഈ രാജ്യത്തിന്റെ സമ്പത്തും വിഭവങ്ങളും അത് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ അവർ ഈ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ട് കോടാനുകോടി രൂപ സമ്പാദിച്ചുകൊണ്ട് അങ്ങ് സ്വിറ്റ്സർലൻഡിലും അതേപോലെ സ്വിറ്റ്സർലൻഡിലും നിക്ഷേപിച്ചുകൊണ്ട് അവരെ ഈ രാജ്യത്തെ
പാപ്പരാക്കുന്നതും ഈ രാജ്യത്തെ സാമ്പത്തികമായി മുട്ടുകുത്തിക്കുന്ന നേരത്തിലേക്ക് പോകുമ്പോൾ അവരെ വീണ്ടും വീണ്ടും ഖജനാവിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് അവർ ബാങ്കുകൾക്ക്, ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകളിൽ അവർ ഉണ്ടാക്കിയ ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് പൊതു ഖജനാവിൽ നിന്ന് പൈസ എടുക്കുകയാണ്. എന്താണ്? ഞാനും നിങ്ങളും ടാക്സായി കൊടുക്കുന്ന ആ പൈസ എടുത്തുകൊണ്ട് അദാനിമാരും വിജയമല്യമാരും അംബാനിമാരും ഉണ്ടാക്കുന്ന കടങ്ങൾ വീട്ടുവാൻ ഇവിടെ കോടികൾ മാറ്റിവെക്കുമ്പോൾ രാജ്യം വീണ്ടും വീണ്ടും അക്ഷരാർത്ഥത്തിൽ പാപ്പരത്വത്തിലേക്ക് പോകുന്നു, പട്ടിണിയിലേക്ക് പോകുന്നു. നാം മനസ്സിലാക്കണം, ലോകരാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ളത് ഇന്ത്യയിലാണെന്ന് തിരിച്ചറിയുക. അതേപോലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമില്ലാത്തവർ, നിരക്ഷരർ ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ മണ്ടന്മാരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ നയമുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്. പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ മരിക്കുന്ന, പിഞ്ചു കുട്ടികൾ മരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ അധംപതിക്കുന്നു പ്രിയമുള്ളവരെ. അതേപോലെ ലിംഗസമത്വമില്ലാത്ത ഒരു രാജ്യമായി ഇന്ത്യ അധംപതിക്കുന്നു. സ്വാതന്ത്ര്യമില്ലാത്തവന്റെ ഇന്ത്യയായി മാറുമ്പോൾ എവിടെയാണോ നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനായ നരേന്ദ്രമോദി ഈ അടുത്ത കാലത്തും നമുക്കറിയാം, ബീഹാറിൽ ആ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും ഇന്ത്യയുടെ സാമ്പത്തിക മേഖല, ഇന്ത്യയുടെ പുരോഗതി, ഇന്ത്യയുടെ മനുഷ്യരുടെ കോടിക്കണക്കിന് മനുഷ്യരുടെ പട്ടിണി മാറ്റുന്ന അത്തരം കാര്യങ്ങള്, അത്തരം പദ്ധതികളെ കുറിച്ചല്ല ബഹുമാനീയനായ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അങ്ങ് പാകിസ്ഥാനിലേക്ക് നോക്കുക, അവിടെ എന്റെ ഗവൺമെന്റ് അവിടെ മിന്നലാക്രമണം നടത്തി, സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ നോക്കൂ, അമ്പരചുംബിയായ പ്രതിമ വെച്ചു. ആരുടെ പ്രതിമ? പട്ടേലിന്റെ പ്രതിമ. നോക്കൂ, അങ്ങനെ അഭിമാനം കൊള്ളുന്ന പട്ടേലിന്റെ പ്രതിമ വെച്ചു. രാമന്റെ ക്ഷേത്രം അയോധ്യയിൽ സ്ഥാപിച്ചു. നമ്മൾ ചൈനയോട് നമ്മൾ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. ഇവിടെ പട്ടിണിക്കാരന്റെ പ്രശ്നം പറയുന്നില്ല, അത് പരിഹരിക്കാനുള്ള പദ്ധതികൾ പറയുന്നില്ല, ആ പദ്ധതികളൊന്നും പറയുന്നില്ല. ആ പദ്ധതികളെയൊക്കെ മാറ്റിക്കൊണ്ട് ഇവിടെ പറയുന്നത് യുദ്ധം ഉണ്ടാക്കുന്ന കാര്യം, അതേപോലെ പ്രതിമ വെക്കുന്ന കാര്യം, വിശ്വാസപരമായി രാമന്റെ ക്ഷേത്രം പണിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിരക്ഷരരായ ഇന്ത്യക്കാരെ കബളിപ്പിക്കുകയും വഞ്ചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയം, ജാതി പറഞ്ഞും മതം പറഞ്ഞും വോട്ട് പിടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരുമ്പം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രംഗം, ആ തെരഞ്ഞെടുപ്പ് സിസ്റ്റം നാം പരിശോധിക്കണം പ്രിയമുള്ളവരെ. എങ്ങനെയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അധികാരം കിട്ടുന്നത്? വെറും 37% വോട്ട് മാത്രമാണ്. ഇന്ത്യയിൽ നടന്ന ആകെ പോളിംഗിന്റെ 37% വോട്ട് മാത്രം നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് കടക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭരിക്കുന്ന ഒരു നാടായി ഇന്ത്യ മാറുന്നു. ലോകത്തൊരു ജനാധിപത്യ രാജ്യത്തും ലോകത്തെവിടെയും ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭരിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം പ്രിയമുള്ളവരെ. നമ്മൾ മനസ്സിലാക്കണം, കോൺഗ്രസ്സുകാർക്ക് ഏതാണ്ട് 19% വോട്ടുണ്ടായിട്ടും 52 സീറ്റ് മാത്രമേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അതേ സമയത്ത് അതിന്റെ ഇരട്ടി ശതമാനം വോട്ട് കിട്ടിയ BJPക്കാകട്ടെ 303 സീറ്റ്. എന്താണ് ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തിലെ പ്രശ്നമെന്ന് നാം പരിശോധിക്കണം. അതേപോലെ BSP, ബഹുജൻ സമാജ് പാർട്ടി, ആ BSPക്ക് 3% വോട്ട് ഇന്ത്യയിൽ ലഭിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെ നടന്ന വോട്ടിന്റെ 3% വോട്ട് പിടിച്ച ബഹുജൻ സമാജ് പാർട്ടിക്ക് ലഭിച്ച MPമാരുടെ എണ്ണം 10 MPമാരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ADU കിട്ടിയത് 1.5% വോട്ട് മാത്രമാണ്. ആകെ നടന്ന പോളിംഗിന്റെ 1.5% വോട്ട് മാത്രം നേടിയ ADUവിന് 16 MPമാരെ സൃഷ്ടിക്കാൻ പറ്റി. ഇതെങ്ങനെ ഈ മാജിക്ക് നടക്കുന്നു? അപ്പൊ തീർച്ചയായും ഈ ജനാധിപത്യത്തിന്റെ പേരിൽ നടക്കുന്ന സിസ്റ്റം, തെരഞ്ഞെടുപ്പ് സിസ്റ്റം, അത് മാറേണ്ടതുണ്ട്. അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അത് ന്യൂനപക്ഷങ്ങൾക്ക് ഭരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് സിസ്റ്റമാണ് ഇന്ത്യ അവലംബിച്ചിരിക്കുന്നത്. അങ്ങ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, അതേപോലെ മലേഷ്യ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലും കൊണ്ടുവന്നിരിക്കും. ഇന്ത്യ അവലംബിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്നില്ല. ഇവിടെ ഇത് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാനും നിങ്ങളും ഓർക്കേണ്ടതുണ്ട്. ഓർക്കുമ്പോഴാണോ ഇന്നലകൾ ഈ രാജ്യത്ത് ജാതിയുടെ പേരിൽ മനുഷ്യനല്ലാതെ മനുഷ്യന്റെ അന്തസ്സും അവന്റെ അഭിമാനവും സ്വാതന്ത്ര്യത്തെയും തകർത്തുകൊണ്ട് അവർക്ക് മേളിൽ രാഷ്ട്രീയ അധികാരവും അവരുടെ വിഭവങ്ങളും സമ്പത്തും ഒക്കെ കൈകാര്യം ചെയ്തിരുന്നവർ അവരിന്ന് ഈ രാജ്യത്തെ അധികാരത്തിലേക്ക് വന്നിട്ട് വീണ്ടും മഹാഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തെ പിന്നോക്കക്കാരനെ, ഈ രാജ്യത്തെ ആദിവാസികളെ, ഈ രാജ്യത്തെ പാവപ്പെട്ടവനെ, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ, ഈ രാജ്യത്തെ ദുർബല സമുദായങ്ങളെയൊക്കെ തന്നെ ഇന്ന്
ഇന്ന് ഒരു മേഖലയിലേക്ക് മാറ്റിക്കൊണ്ട് അവന് കൂടി അർഹതപ്പെട്ട ഈ രാജ്യത്തിന്റെ സമ്പത്ത്, ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ, ഈ രാജ്യത്തിന്റെ അധികാരങ്ങൾ, ഈ രാജ്യത്തിന്റെ തൊഴിലുകൾ അതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് ഒരു ന്യൂനപക്ഷം വരുന്ന ആൾക്കാർക്ക് വേണ്ടി മാറ്റുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സമ്പത്തിന്റെ 70% 1% വരുന്ന ഇന്ത്യക്കാരുടെ കയ്യിലേക്ക് വരുമ്പോൾ 99% വരുന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ കയ്യിൽ വെറും 30% സമ്പത്തേ ഉള്ളൂ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യം നാം മനസ്സിലാവുന്നത്. ആ നിലയിൽ ഈ ഇന്ത്യ പോകുമ്പോൾ എവിടെയാണ് ഭരണം? ജനാധിപത്യ